ജാതകം മാറ്റി എഴുതി ഹജ്ജിന് പോകാൻ വേണ്ടിയുള്ള പൈസ സ്വരൂപിക്കാനാണ്. വരട്ടെ. നമസ്കാരം സലീമേട്ട. ആദാമിൻ്റെ മകൻ അബുവിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സലീമേട്ടൻ എന്നോട് ചോദിച്ചു, എനിക്കും ഹജ്ജിന് പോകണമെന്നുണ്ട്, എനിക്ക് ഹജ്ജിന് പോകാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ആഗ്രഹം സലീം കുമാർ എന്ന് പറയുന്ന നടൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ഉണ്ടായത്? ചോദ്യമാണ്. കാരണം ഈ സിനിമയിൽ നിറയെ ഈ ഹജ്ജ്, എനിക്കറിയില്ല ഹജ്ജ് യാത്രയുടെ ആ ഡെപ്ത് എന്താണെന്നും അറിയില്ല. പിന്നീടാണ് അതിനെക്കുറിച്ചൊക്കെ വായിച്ചും പിടിച്ചൊക്കെ വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ സലീമിനോട് ചോദിച്ചു, എനിക്ക് സലീം എന്ന് വെച്ചാൽ ആ സലീം അഹമ്മദിനോട് എനിക്കിങ്ങനെ പോകാൻ പറ്റും, ഒരാഗ്രഹം, അറിയാതെ വന്നൊരാഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം ആ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങനൊരു സംഭവമുണ്ട്, ഏത് ഒരാളെ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ട് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ സലീമ അത് അന്വേഷിച്ചോളാൻ പറഞ്ഞു. ഒരാളെ എനിക്ക് വിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് പോകാൻ പറ്റില്ല, വേറെ ആൾ കാണുന്നതിലും എനിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കാണുന്നത്. വിട്ടു, അത് വിട്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുണ്ടായിരുന്നു, അതിനെ വിമർശിച്ചുകൊണ്ടും ആളുണ്ടായിരുന്നു. അപ്പോൾ വിമർശകരനോട് വന്ന് ചോദിച്ചു, ഇങ്ങനെ ഈ സിനിമ തന്നെ പറയുന്നുണ്ട് അന്യരുടെ പൈസക്ക് പോകാൻ പാടില്ല എന്ന് ഈ ആദാമിൻ്റെ മകൻ അബു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സലീംകുമാർ ചെയ്തത് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞു. അന്യരുടെ പണം കൊണ്ട് പോകാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ, ഈ സിനിമയിലൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പം ചെയ്തത് തെറ്റല്ലെന്ന് ചോദിച്ചു. ഞാൻ ഒരിക്കലല്ലെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. കാരണം ഞാനും ക്രൈസ്റ്റും തമ്മിൽ 80 തലമുറയുടെ വ്യത്യാസമുള്ളൂ. 80 തലമുറ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അങ്ങനെ 80 പ്രാവശ്യത്തുമ്പോഴേക്കും ജീസസ് ക്രൈസ്റ്റായി. അങ്ങേര് ഞാനിവിടെ തമ്മിൽ 80 തലമുറകളുള്ള വ്യത്യാസമുണ്ടെങ്കിൽ ഈ അലവിക്കുട്ടി ഞാനായിട്ട് എത്ര തലമുറയുടെ വ്യത്യാസം ഉണ്ടാവും? ഒരു 2, 3, 4, 5 പരമാവധി അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 തലമുറക്കും അപ്പുറം എൻ്റെ സഹോദരനോ അല്ലെങ്കിൽ മറ്റു അടുത്ത ബന്ധുവായിരുന്ന ആളാണ് അലവിക്കുട്ടി എന്ന ആള്. അയാൾക്ക് ഞാനെങ്ങനെയാണ് അന്യനാവുന്നത്? പിന്നെ ഇന്ന് വരെ ആ ചോദ്യം ചോദിച്ചിട്ട് ആരും വന്നിട്ടില്ല. ദേശീയ പുരസ്കാരമാണ് കിട്ടിയത്, ചെറുതല്ല. അതുവരെ ഗ്ലാമറിൻ്റെ ലോകത്ത് വിരാജിച്ചിരുന്നവരും അല്ലെങ്കിൽ സ്വഭാവ നടനം കൊണ്ട് തിളങ്ങിയവരുമൊക്കെ പിടിച്ചെടുത്തിരുന്നൊരു ബഹുമതി മിമിക്രിയിലൂടെ സിനിമയിലേക്ക് കയറി ഒരുപാട് കോമാളിത്തം കാണിച്ച് ആൾക്കാരെ ചിരിപ്പിച്ച് അല്പം വഴിമാറി വന്ന സലീം കുമാർ കരകസ്ഥമാക്കി. വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാർക്ക് പലരിപ്പോഴും വിശ്വസിച്ചിട്ടില്ല എന്നുള്ള സത്യം. ഉൾക്കൊണ്ടിട്ടില്ല. പക്ഷെ ഉൾക്കൊള്ളാതിരുന്നിട്ട് കാര്യമില്ല. ഉൾക്കൊണ്ടേ പറ്റൂ. തൊട്ട് തീണ്ടായ്മയുണ്ടോ അക്കാര്യത്തിൽ സലീമേ? ഒരു തൊട്ട് തീണ്ടായ്മയുണ്ടോ അക്കാര്യത്തിൽ? തൊട്ടു തീണ്ടായ്മ വിഷമങ്ങളുണ്ട് പലർക്കും. തൊട്ടു തീണ്ടായ്മ എന്നല്ല, വിഷമങ്ങളുണ്ട്. ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആളുകളെന്ന് വെച്ചാൽ ഞാൻ പബ്ലിക്കിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. പബ്ലിക് ഇതേപോലെ ഒരു ആഘോഷിച്ച സിനിമാ വ്യവസായത്തിന്, അതെ, നടന്മാർക്ക് അതൊന്നും ഞാൻ അങ്ങനെ അടച്ച് ഞാൻ പറയുന്നില്ല. അടയ്ക്കേണ്ട, തുറന്നു പറഞ്ഞു. കാരണം എനിക്ക് അതുവരെ ശത്രുക്കളിൽ ഉണ്ടായില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് മുതൽ ശത്രുക്കൾ ആരംഭിച്ചു. ഞാൻ ഒന്നും ചെയ്യാതെ ഒരാളെ ശത്രുവാക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണം, എന്തെങ്കിലും ഒരു കാരണം വേണം. ദേശീയ അവാർഡ് ആഹ്ലാദത്തോടൊപ്പം ശത്രുക്കളെയും പ്രദാനം ചെയ്തു. ഉണ്ട്, ഒരുപാട് ശത്രുക്കളായി, ഒത്തിരി പേര്. സലീം കുമാർ നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്ന് പല ശബ്ദങ്ങളും കേട്ടു. അപശബ്ദം. അതെ, അത് ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ സിനിമയും താഴേക്ക് പോയി. സിനിമകളുടെ എണ്ണവും കുറഞ്ഞു. അല്ല, സിനിമകളുടെ എണ്ണം കുറഞ്ഞു. ചിലർ പറഞ്ഞു സലീം കുമാർ ദേശീയ പുരസ്കാരത്തിന് അർഹനായപ്പോൾ അയാളുടെ ഹെഡ് വെയിറ്റ് കൂടി ബോഡി വെയിറ്റ് കുറഞ്ഞു. അത് പല സംഭവങ്ങളുണ്ടാവുമല്ലോ. വേണമെങ്കിൽ ഒരാളെ എപ്പോൾ കൊണ്ടുവരേണ്ട സമയമായിരിക്കണം. അതെ അല്ലേ? സലീമിനെ നിർണായകമായി ഘട്ടത്തിലേക്ക് വഴിതിരിച്ചു വിട്ട ഒരാളാണ്. വരട്ടെ.
സലീമിനെ പറ്റി പറയുമ്പോഴും ഓർക്കുമ്പോഴും ആദ്യം ഓർമ്മ വരുന്ന സലീമിൻ്റെ ആ ഒരു നിറഞ്ഞ ചിരിയാണ്. ആ ചിരി ഒരുപാട് കണ്ടിട്ടും കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. സലീമിനെ എന്താ പറയുക, ആദ്യം ഒരു മിമിക്രി താരമായിട്ട് കണ്ടു, പിന്നീട് ഗൗരവമുള്ള വേഷങ്ങളിലേക്ക് സലീം മാറി. അത് നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഗ്രാംഫോൺ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അങ്ങനെ ഒരു രീതിയിൽ സലീമിനെ ആദ്യമായിട്ട് പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ ഗൗരവമുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു, നാഷണൽ അവാർഡ് കിട്ടി. അതിനുശേഷം സലീം എന്താണ് ഇനി വലിയ ഗൗരവമുള്ള കഥാപാത്രങ്ങളെ മാത്രം അഭിനയിക്കുകയുള്ളൂ, അതല്ലെങ്കിൽ എന്താ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും സിനിമയിലേക്ക് അങ്ങോട്ട് സജീവമായിട്ട് കാണാത്തതെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അത് സ്വയം ഒരു മാറി നിൽക്കലാണോ, എനിക്ക് ഇനിയും നാഷണൽ അവാർഡ് കിട്ടുന്ന കഥാപാത്രങ്ങൾ മാത്രമേ അഭിനയിക്കുള്ളൂ എന്നുള്ളൊരു വാശിയാണോ, അതോ ഇനി ഇത്തരം എന്താ പറയുക തമാശ വേഷങ്ങളിലൊന്നും അഭിനയിക്കേണ്ട ഒരാളല്ല ഞാൻ വലിയൊരു നടനാണ്, ഇന്ത്യയിലെ മഹാനടനാണ് എന്നുള്ളൊരു തോന്നലുണ്ടോ സലീമിന്? തീർച്ചയായിട്ടും ജനപ്രിയ സിനിമകളിലും സലീമിനെ ഇനിയും ഒരുപാട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. വളരെ പ്രസക്തമായ ചോദ്യങ്ങളിലൂടെയും അനുമാനങ്ങളിലൂടെയും സലീമിനെക്കുറിച്ചുള്ള ഇപ്പോഴുള്ള ചിന്താഗതിയുടെ ഒരു സംക്ഷിപ്ത രൂപം അവതരിപ്പിച്ചു. അതെ, ഇതിൽ തൃപ്തനാണോ? അല്ല, തൃപ്തരെന്ന് വെച്ചാൽ എനിക്ക് കൂടി പറയാനുള്ളൂ. പറ, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇനി ഇത് എടുക്കാൻ ഭാരം കൂടുതലാണ് ഈ ചോദ്യത്തിനെങ്കിൽ വേണേൽ ആ ഭാരത്തെ ലഘൂകരിക്കാൻ വേണേ സലീമിൻ്റെ ഒരു സുഹൃത്തിനെ കൂടി വേണേൽ രംഗത്ത് ഇറക്കാൻ വേണോ? അല്ല, കമൽ സാറിൻ്റെ ആ ഭാരിച്ച ചോദ്യത്തോട് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, എനിക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ വേണം ഒരാളെ കൂടെ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് ശരി വരട്ടെ. എന്നാൽ ദേശീയ അവാർഡ് കിട്ടിയത് എൻ്റെ കൂട്ടുകാരന് കുറച്ച് കുഴപ്പം ഉണ്ടാക്കിയില്ലേ ഫീൽഡിൽ? കാരണം ഒരുപാട് ചിരിപ്പിച്ചിരുന്ന സലീം ഒരുപാട് സീരിയസ് ആയിട്ട് ജനങ്ങൾ പിന്നെ സലീമിനെ കണ്ടോ എന്നെനിക്കറിയില്ല, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് കണ്ടോ ഡയറക്ടേഴ്സ് കണ്ടോ എന്നറിയില്ല. സലീമിന് ഇപ്പോഴും കോമഡികൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. നമ്മൾ തമ്മിൽ പറയുമ്പോൾ ഒരുപാട് കോമഡികൾ പറയുന്നുണ്ട്. അത് കോമഡി ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല സലീമിന്. പക്ഷേ ആ ദേശീയ അവാർഡ് കിട്ടിയോടുകൂടി കുറച്ച് സീരിയസ് ആയി ഇല്ലേ? ശരി, എന്തായാലും കമൽ സാറിനെ കൊണ്ടുവന്നു. താങ്കളുടെ അപൂർവം സുഹൃത്തുക്കളിൽ ഒരാളായ, വേണം 1.5 സുഹൃത്തുക്കളിൽ ഒരാളായ നാദിർ ഷാ. ഞാൻ കൃത്യമായിട്ടാണ് പറയണേ, 1.5 സുഹൃത്തേ ഉള്ളൂ സിനിമയിൽ. അതിലൊന്ന് കൊണ്ടുവന്നു വിട്ടു തന്നു, ഫീൽഡ് വിട്ടു തന്നിരിക്കുകയാണ്. ഇതിൽ ഇപ്പം ഞാൻ 1 വർഷമായി ഒന്ന് പിന്നോട്ട് പോയി. പിന്നോട്ട് പോയി ഇതാരെങ്കിലും പാര വെക്കുന്നതും ശ്രദ്ധിക്കാൻ അങ്ങനെ പറ്റില്ല ഒരാൾക്ക്. അങ്ങനെ ഒരാളെ വേണ്ട എന്നൊന്ന് വെച്ചാൽ ഇത്ര നാളെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഒരാളുടെ ഹെൽപ്പ് കൊണ്ട് ഒരു സിനിമയിൽ അങ്ങനെ പിടിച്ചിരിക്കാനോ ഒരാളുടെ ദ്രോഹം കൊണ്ട് സിനിമയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഔട്ടാവാനൊന്നും ആർക്കും പറ്റില്ല. അത് എന്ത് പറ്റി? അതിലേക്കാണ് ഞാൻ വരുന്നത്. എഴുന്നേപ്പിക്കട്ടെ. ഇപ്പോ കുറെ നാളുകളായിട്ട് ഈ പുതുതലമുറകളുടെ സിനിമ, ഈ സിനിമയിൽ എന്നെപ്പോലൊരു നടൻ്റെ വേക്കൻസി അവിടെ കാണുന്നില്ല. ന്യൂ ജനറേഷൻ സിനിമകളിൽ വേക്കൻസി ഇല്ല. ഒരു കാരണം അത്. ഓക്കെ. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വരുന്ന കഥാപാത്രങ്ങളെന്ന് വെച്ചാൽ കോമഡി എന്ന് പറയുന്നത് കേട്ടാൽ കരഞ്ഞ് കണ്ണീര് പറ്റും. സീരിയസ് എന്ന് പറയുന്നത് കേട്ടാൽ ചിരിച്ച് മരിക്കുകയും ചെയ്യും. ഇതിൽ എനിക്ക് സാമ്പത്തികമായിട്ട് വേണമെങ്കിൽ ഇതൊക്കെ തിരഞ്ഞെടുക്കാം. അങ്ങനെ ഒരു പറ്റം ആളുകൾ ദ്രോഹിക്കുന്നതിന് നല്ലതല്ലേ കുറച്ചൊന്നും മാറി. അപ്പോൾ സെലക്റ്റീവ് അതിന് വേറൊരു ഭാഷയാണ്. സെലക്റ്റീവ് എന്നൊന്നും ഞാൻ പറയൂല. അതിന് കഥ പറയാൻ വരുന്നു, കഥ കേൾക്കുന്നു, അത് കൊള്ളത്തില്ല, അത് പ്രേക്ഷകരെ ദ്രോഹിക്കാൻ പോകുന്ന സിനിമയാണെന്ന് നിഗമനത്തിലെത്തുന്നു, വേണ്ടെന്ന് പറയണു. അങ്ങനെയല്ലേ? അത്രക്ക് മോശം തറ. അതൊക്കെ ഒരു നിൽക്കാനൊരു ബേസ്മെന്റ് ഉണ്ടല്ലോ, അതുപോലില്ലാത്ത തറയൊന്നും വെറും നിലം, തറ പോലില്ലാത്ത സ്ഥലം. ഇവിടെ എന്ത് ഉദ്ദേശിച്ചിട്ട്? കാരണം എൻ്റെ മക്കളാരും തല്ലൂടുന്നതാണ് നാളെ ഇറങ്ങി നടക്കുമ്പോൾ. അപ്പോൾ ഈ 2 കാരണം കൊണ്ടാണ് സലീം മാറിയുന്നത്. പിന്നീട് എനിക്കൊരു 3 സിനിമ തമിഴിൽ, ഒരു പടം ഒറിയ ലാംഗ്വേജ് ചെയ്ത്, ഈ പടത്തിന് നല്ലൊരു സമയം പോയി എൻ്റെ. തമിഴും ഒറിയ സിനിമയും കൂടി അപഹരിച്ചു. ഒരു 10-60 ദിവസം അപഹരിച്ചിട്ടുണ്ടാവും. 60
1.5 കൊല്ലമാണ് ഈ 4 പടത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി 1.5 കൊല്ലം. അതുകൊണ്ടാണ് മലയാള സിനിമയിൽ നിന്ന് അല്പം അതും ഒരു കാരണമാണ്. കാരണമാണ്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത പടങ്ങളുണ്ട്. ഓക്കെ, വ്യക്തമായി. എന്തായാലും തലയ്ക്ക് പിടിച്ചിട്ടില്ല പാട്. എവിടെ പിടിച്ചാലും ഞാൻ എന്താണെന്ന് എനിക്കറിയാം. ഒരു അവാർഡ് കിട്ടിയ തലക്ക് പിടിക്കണമെന്ന് ആരാ ഇത് പറയുന്നത്? അതങ്ങനെ ഇത് ഞാൻ മറന്നു കഴിഞ്ഞ സംഭവമാണത്. എന്താ പറയാ, അല്ല ഇതും കൂടെ പറയാം. ഈ മഴ പെയ്ത് കഴിഞ്ഞാലും മരം നിന്ന് പെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനത് വിട്ടിട്ട് ഞാൻ വേറെ ഒരു സംഭവം ചെയ്യാൻ തുടങ്ങി. പക്ഷെ വിടില്ല.